വെൽക്കം ബാക്ക് ടു Xylem Learning. It's me, ആദർശ്. മക്കളെ, നിങ്ങൾക്ക് വേണ്ടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. പല കുട്ടികൾക്കും 9th സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ബേസിക്കൽ അറിയാത്തത് കൊണ്ട് ചാപ്റ്റേഴ്സ് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ട് പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഡെസിമൽ ഫോംസ് അഥവാ ദശാംശ രൂപങ്ങളുടെ കണ്ടിന്യൂവേഷൻ ആണ്. ഡെസിമൽ ഫോംസ് എന്ന് തന്നെയാണ് ഈ വർഷത്തെയും ചാപ്റ്ററിന്റെ പേര്. സോ രണ്ടാമത്തെ ചാപ്റ്റർ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നമുക്ക് ഗംഭീരമായിട്ട് ഈ വർഷം മുഴുവനായിട്ടും പഠിക്കാം. നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. സോ നമുക്ക് തുടങ്ങാം. എന്റെ പേര് മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ആദർശ് എന്നാണ്. നിങ്ങൾക്ക് എന്നെ AD എന്ന് വിളിക്കാം. സോ നോക്കാം. നമ്മൾ രണ്ട് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുകയാണ്, രണ്ട് ഭിന്നസംഖ്യകൾ. നോക്കിക്കോ, 2/5 ഞാൻ 1/5 ആഡ് ചെയ്യാം. ഇവിടെ രണ്ട് ഭിന്നസംഖ്യകളുടെയും ഛേദം സെയിം ആണ്, അഥവാ ഡിനോമിനേറ്റേഴ്സ് ഓഫ് ദീസ് ഫ്രാക്ഷൻസ് ആർ സെയിം. അല്ലെ, രണ്ടുപേരുടെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. അപ്പൊ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആഡ് ചെയ്യാം. മുകളിലുള്ള രണ്ടാളെയും തമ്മിൽ ആഡ് ചെയ്താൽ മതി. 2 + 1 ഡിവൈഡഡ് ബൈ 5. സിമ്പിൾ പരിപാടി. നോക്കൂ, 2 1 3 3/5 പരിപാടി. സിമ്പിൾ, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കുക, ഇനി എങ്ങനെയാണ് ഞാൻ 1/2 + 1/4 ചെയ്യാൻ പോകുന്നത് എന്നതാണ് അടുത്ത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. 1/2 + 1/4 എങ്ങനെ ചെയ്യും എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നോക്കിക്കോ, ഒരു സിമ്പിൾ പരിപാടി കാണിച്ചത്. ഇവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണോ? അല്ല, 2ഉം 4ഉം ആണ്. എന്നാൽ 2നെ എനിക്ക് 4 ആക്കിക്കൂടെ? ആക്കാം. 2നെ 4 ആക്കിക്കൂടെ? ആക്കാം. എങ്ങനെ ആക്കും? നോക്കൂ, 1/2 + 1/4. അവിടെ 2നെ 4 ആക്കണമെങ്കിൽ 2നെ ഞാൻ 2 കൊണ്ട് ഗുണിക്കണം. ശരിയല്ലേ? ഈ 2നെ 4 ആക്കാൻ വേണ്ടി ഞാൻ അതിനെ 2 കൊണ്ട് ഗുണിച്ചു. ഇപ്പൊ ഡിനോമിനേറ്റർ സെയിം ആയി. പക്ഷെ ഇവിടെ താഴെ മാത്രം ഗുണിച്ചാൽ പോരാ. ഇവിടെ ഗുണിക്കുമ്പോ മുകളിലും ഗുണിക്കണം. എന്താ പറഞ്ഞത്? താഴെ ഗുണിക്കുമ്പോൾ മുകളിലും നിങ്ങൾ ഗുണിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1 × 2 2, 2 × 2 4, 2/4 + 1/4 എത്രയാണ്? ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് നേരെ കൂട്ടാം. 2ഉം 1ഉം 3, 3/4. കിട്ടിയോ? സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അടുത്ത നോക്കിക്കോ, 1/2 + 1/4 + 1/8. ഇവിടെ എനിക്ക് ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കണം. 2നെ 8 ആക്കാമല്ലോ, 4നെ 8 ആക്കാമല്ലോ. എങ്ങനെ ആക്കും? നോക്കിക്കോ, 1/2 + 1/4 + 1/8. ഇവിടെ ഡിനോമിനേറ്റേഴ്സ് എനിക്ക് സെയിം ആക്കണം. എങ്ങനെ ആക്കും? 2നെ 8 ആക്കാൻ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട് ഗുണിക്കണം. താഴെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ മുകളിലും 4 കൊണ്ട് ഗുണിക്കണം. ഓക്കെ ആണോ? താഴെ മാത്രം ഗുണിച്ചാൽ പോരെ, താഴെ ഗുണിക്കുമ്പോൾ മുകളിലും ഗുണിക്കണം. അപ്പോൾ നമുക്ക് 1/2ന്റെ മുകളിലും താഴെ 4 കൊണ്ട് ഗുണിക്കാം. 4നെ 8 ആക്കാൻ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അല്ലെ, താഴെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ മുകളിലും 2 കൊണ്ട് ഗുണിക്കണം. ഓക്കെ ആണല്ലോ? ഇപ്പോൾ എല്ലായിടത്തും ഡിനോമിനേറ്റർ 8 അല്ലേ? താഴത്തെ നമ്പർ 8 അല്ലേ? ആണ്. നോക്ക്, 1 × 4 4/8 + 1 × 2 2/8 + 1/8. നോക്ക്, 3 ഭിന്നസംഖ്യകളുടെയും ഡിനോമിനേറ്റർ സെയിം ആണ്, 8 ആണ്. അല്ലെ? അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 4 + 2 + 1 / 8. സിമ്പിൾ അല്ലേ? 4 2 6, 6 1 7, 7/8. കണ്ടോ? വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ഒരു ചോദ്യം കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. 1/5 + 1/25. 1/5 + 1/25. ഇവിടെ 1/5ലെ ഡിനോമിനേറ്റർ ആയിട്ടുള്ള 5നെ എനിക്ക് 25 ആക്കാമല്ലോ. എന്താ ചെയ്യേണ്ടത്? താഴെ 5 കൊണ്ട് ഗുണിക്കുക, അപ്പൊ മുകളിലും 5 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എന്ത് കിട്ടും? 5/25 + 1/25. ഡിനോമിനേറ്റർ സെയിം ആണ്. 5 1 കൂട്ടിയാൽ 6, 6/25 എന്ന് നിങ്ങൾക്ക് കിട്ടും. സെറ്റ് അല്ലേ? സിമ്പിൾ അല്ലേ? അടുത്ത ഒരു ചോദ്യം കൂടെ. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾ ചെയ്യണം. 1/5 + 1/5 × 5. 5 × 5 എന്ന് പറഞ്ഞാൽ എത്രയാ? 25 + 1/5 × 5 × 5 അതായത് 125. ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ നോക്കുക. ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊളിയാണ്, അന്യായ പൊളിയാണ്.
പറ്റുന്നില്ലേ പേടിക്കേണ്ട, അടുത്ത ദിവസം ഞാനത് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. അതിനുവേണ്ടി ലൈവിൽ ഞാൻ വരുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ലൈവ് ഒക്കെ തീരുമാനിച്ചിരുന്നു, പക്ഷെ എനിക്ക് പനി ആയതുകൊണ്ടല്ല കേട്ടോ, പനി പിടിച്ച് കിടന്നു പോയോണ്ട് നമുക്ക് ആ ലൈവ് ഒക്കെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതൊന്നും പേടിക്കേണ്ട, ഞാൻ ഓക്കെയാണ്. നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ലൈവുമായിട്ട് വന്ന് ഗംഭീരമായിട്ട് നമ്മൾ പഠിക്കും. അതുവരേക്കും ഗുഡ് ബൈ.